ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഞാനിന്ന് സ്ക്യൂബ ഡൈവിങ്ങിന് പോകണം. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ രാവിലെ തന്നെ ഒരു ടാക്സിയൊക്കെ വിളിച്ചു. ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ഈ ടാക്സിക്ക് വന്നിട്ട് വെറും 70 റിയാലാണ് പറയുന്നത്. ഇത് സൗദി അറേബ്യയിലെ ഖോബാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാൻ പുറപ്പെടുന്നത്. ഒരു ഹാഫ് മൂൺ ബീച്ചിനടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഒരു സ്ഥലത്തെത്തി. ഇത് ഗവൺമെൻറ്റിൻ്റെ എന്തോ സെറ്റപ്പാണ്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് അപ്രൂവലും കാര്യങ്ങളൊക്കെ മേടിക്കണം. പക്ഷേ ഇവിടെ വീഡിയോ അലൗഡ് അല്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തു. അതിനുശേഷം ഒരു മണിക്കൂറോളം ഞാൻ അവിടെ പോസ്റ്റായിട്ട് നിന്നു. അതിനുശേഷം നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ ആൾക്കാർ വരുന്നു, അവിടെ പിക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഇതാണ് നമ്മുടെ സ്ഥലം. ഇത് ഹാഫ് മൂൺ ബീച്ചിനടുത്താണ്. ഓക്കെ, അങ്ങനെ അവിടെ എത്തിയപ്പം തന്നെ ഒരു പുള്ളി ഇതാണ് ക്യാപ്റ്റൻ നമ്മുടെ. ഓക്കെ, അപ്പോൾ പുള്ളി നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് അതിൻ്റെ അടിയിൽ പോയി എന്തൊക്കെ സംഭവിക്കുമെന്നും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും നമുക്ക് എന്തൊക്കെ തോന്നുന്നു, നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു എല്ലാ ഡീറ്റെയിൽസായിട്ട് പറഞ്ഞു തന്നു. അതിനുള്ള പ്രതിവിധിയും പുള്ളി പറഞ്ഞു തരികയാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരം ഒരു 20 മിനിറ്റോളം ക്ലാസ് ഉണ്ട്. പുള്ളി നല്ല ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ക്ലാസ് എടുത്ത് തരുമായിരുന്നു. കൂടുതൽ നമുക്ക് വെള്ളത്തിനടിയിൽ പോകുമ്പോൾ ചെവി അടയാനാണ് സാധ്യത കൂടുതൽ. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. ആദ്യം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് പേടിയുള്ള സംഭവമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഒന്ന് സേഫ്റ്റി നമുക്ക് അവർ 100% സേഫ്റ്റി നമുക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ കൂടെ എപ്പോഴും ഒരു ക്യാപ്റ്റൻ കൂടെ കാണും. എന്ന് പറഞ്ഞാൽ ഒരു പുള്ളി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണും. അതുകൊണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഞാൻ ഷൂവിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് കൊണ്ടുപോകേണ്ടത് ഒരു ടീഷർട്ട്, ഒരു 3/4, ഒരു ടവൽ, ഇത് മാത്രം കൊണ്ടുപോയത്. ബാക്കി എല്ലാ എക്യുപ്മെൻറ്റ്സും അവരാണ് തരുന്നത്. അങ്ങനെ ഒരു ഷൂ ഒക്കെ തന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷൂ എടുക്കുക. നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് കറക്റ്റ് സൈസിനനുസരിച്ച് നോക്കിയെടുക്കുക. അതിനുശേഷം പുള്ളി എന്നോട് പറഞ്ഞു കടലിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഓടിച്ചാടി ഞാൻ കടലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഓൾറെഡി എൻ്റെ കൂടെ 4 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ ഞാൻ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും പുള്ളി എന്നെ എല്ലാം ഒന്ന് സെറ്റപ്പാക്കി തന്നു. ഓക്കെ, അതിനുശേഷം പുള്ളി എന്നെ വലിച്ചുകൊണ്ട് ദേ ആഴക്കടലിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം എനിക്ക് ഓൾറെഡി ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് പുള്ളി എന്നെ കുറച്ചും കൂടെ ദൂരത്തേക്ക് പോകുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ പുള്ളി നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ ഞാൻ കാലിട്ടൊക്കെ അടിച്ച് ഓക്കെ, ഓഹൈ ഓഹൈ. അങ്ങനെ ദേ നമ്മുടെ കാലിലേക്ക് ചിറക് വയ്ക്കുകയാണ്. എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ അതിന് ശേഷം പുള്ളി എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എവിടെ നിന്നാണ്, അതാണ് ഇതാണെന്നൊക്കെ ചോദിച്ചു. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അത് മാത്രമല്ല, വെള്ളത്തിനടിയിൽ വെച്ച് കുറച്ച് സിമ്പിൾസും കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ആക്കണം. പിന്നെ നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇത് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് കുറേ വട്ടം ചോദിച്ചു ഇതുപോലെ ഓക്കെ ആണോ എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, ആദ്യത്തെ തവണ 2-3 വട്ടം മുങ്ങി ട്രൈ ചെയ്യും. ഓക്കെ, ആ ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ പുള്ളിക്കാരൻ താഴോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെ ദേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ആദ്യമൊന്ന് മുങ്ങിയപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യത്തെ തവണയല്ലേ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഗോപ്രോയിലാണ് എടുക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല, അവരും നമുക്ക് വീഡിയോസ്, ഫോട്ടോസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ കയ്യിൽ 2 ഗോപ്രോ ഇരിപ്പുണ്ട്. അതുമാത്രമല്ല, നമ്മളവിടെ വരുമ്പോഴത്തേക്ക് കടകളും കാര്യങ്ങളൊന്നുമില്ല. ഈ മേശപ്പുറത്ത് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാം ക്ലിയറാണ്. ചെക്ക് ചെയ്തതിന് ശേഷം പുള്ളി നമ്മളെ വിളിച്ചുകൊണ്ട് ആഴക്കടലിലേക്ക് പോവുകയാണ്, താഴേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ആദ്യം ഇറങ്ങാൻ നേരത്ത് നല്ല ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി നല്ല സപ്പോർട്ട്, നമുക്ക് മോട്ടിവേഷൻ ചെയ്യുന്നൊരു പുള്ളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ആരായാലും എത്ര പഠിച്ചെന്നുള്ള എത്ര വലിയ പുള്ളിയാണെങ്കിലും നമുക്ക് ആദ്യം ഇറങ്ങുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരിക്കും. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ പുള്ളി എന്നെ വിളിച്ച് കടലിനടിയിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മളെ കടലിൻ്റെ അടിവശം. എത്രയോ മീറ്റർ താഴത്തേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. പക്ഷേ ആ ഒരു സമയം മീറ്ററും കണക്കൊന്നും എണ്ണേണ്ട ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു ഞാൻ. എനിവേ ഞാൻ താഴേക്ക് ചെന്നു. താഴേക്ക് ചെന്നപ്പോഴത്തേക്കും പുള്ളി കുറേ ഫോട്ടോസും വീഡിയോസും പുള്ളി തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു വിധത്തിലും താഴെ ആയിട്ടില്ല, പോകുന്നതേ ഉള്ളൂ താഴേക്ക്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിരിക്കുകയാണ്. താഴെ എത്തിയപ്പോഴത്തേക്കും താഴെ ചെറിയൊരു മ്യൂസിയം പോലെ ഉണ്ട്. ഓക്കെ, കാരണം ഇതൊരു മത്സ്യത്തിൻ്റെ തന്നെ ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചതാണെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ അവിടെ കുറച്ച് കാണാനൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാം നമുക്ക്. പിന്നെ ഇതിപ്പം ഗോപ്രോയ്ക്കകത്ത് വെള്ളം കയറിയിരിക്കുകയാണ്. പക്ഷേ പേടിക്കാനൊന്നുമില്ല. അതിലൊരു ലെൻസിനകത്താണ് വെള്ളം കയറിയിരിക്കുന്നത്. ആ ലെൻസ് മാറ്റുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളം പൊയ്ക്കോളും, സീനൊന്നുമില്ല. അപ്പോൾ എന്നോട് പുള്ളി ഇവിടെ എല്ലാത്തിനും പിടിച്ചുകൊണ്ട് നിൽക്കണം, കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് പുള്ളി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ഫോട്ടോയും വീഡിയോ ആണല്ലോ മെയിൻ. അപ്പോൾ ആ ഒരു വീഡിയോ ഫോട്ടോസ് ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക്. പുള്ളി അവിടെ നിന്ന് ഏതാണ്ടൊക്കെ സിമ്പിളൊക്കെ കാണിക്കുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എല്ലാത്തിനും ഓക്കെ ഓക്കെ അടിച്ചങ്ങ് വിടുമായിരുന്നു. അതിനുശേഷം
ഞാൻ പുള്ളിയുടെ അടുത്ത് എനിക്ക് ഫിഷ് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാം ചെറിയ ഫിഷ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ പുള്ളി വിളിച്ചുകൊണ്ട് നേരെ താഴത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് കുറേയധികം മത്സ്യങ്ങളെ ഞാൻ കണ്ടു. ഓക്കെ. അപ്പം ഒരുപാടുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഈ പുള്ളി എടുത്ത വീഡിയോ എനിക്ക് ഇതുവരെ കിട്ടിയില്ല. ഇത് ഞാനെടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതിനകത്തുള്ള വീഡിയോസാണ് ഞാനിത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പുള്ളി എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അത് ഓൾറെഡി കിട്ടുമ്പോൾ ഞാൻ തന്നെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും പിടിച്ച് നിൽക്കുന്നുണ്ട്. പുള്ളി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയും ഫോട്ടോയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. മനസ്സിലെന്തായാലും പേടിയും കാര്യങ്ങളായിരിക്കും. പക്ഷേ കടലിൻ്റെ അടിയിൽ ചെന്നിട്ട് ഈ മത്സ്യങ്ങളൊക്കെ ഈ ലൈവായിട്ടൊന്ന് കാണുക എന്ന് വെച്ചാലും തൊടുക എന്ന് വെച്ചാലുവേ അതൊരു വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു വട്ടമേ നടക്കാൻ പക്ഷേ ഇതൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ സത്യത്തിൽ എനിക്കിത് റിസ്ക് ആയിട്ട് ഒരു ഇതും തോന്നിയില്ല കേട്ടോ. കാരണം പുള്ളിയും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം. കാരണം നമുക്ക് മുമ്പിലത്തെ ഇത്രയും ഭാഗങ്ങൾ മാത്രമാണ് കാണാൻ പറ്റുന്നത്. അങ്ങോട്ടുള്ള എല്ലാം ഫുൾ ഇരുട്ടാണ്. അതിനുശേഷം പുള്ളി ഏതാണ്ടൊക്കെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് പുള്ളി അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഇതൊരു മ്യൂസിയം ആണ്. പുള്ളി പറയുന്നത് ഇതൊരു മ്യൂസിയം ആണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ സ്വന്തമായിട്ട് വെച്ചൊരു മ്യൂസിയം ആണെന്ന് തോന്നുന്നു. അപ്പം എല്ലാ ഇതിലും നമുക്ക് കൈകൊണ്ട് പിടിച്ചതിന് ശേഷം പുള്ളി എനിക്ക് ഫോട്ടോ എടുത്ത് തരുന്നുണ്ട്. കണ്ടോ? ഇതാണ് മെയിൻ അവിടുത്തെ. അതും കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാവോ എന്ന് എനിക്കറിയത്തില്ല. അതൊരു ചിപ്പിയാണ്. ഇവർ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ അവിടെ ചെന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ തൊടുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്ലൗസും കാര്യങ്ങളൊന്നുമില്ല കയ്യിൽ. നമുക്കൊരു ഇറിറ്റേഷൻ കണക്ക് തോന്നും. പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കടിക്കോ കൊത്തോ എന്നുള്ള ഒരു പേടി മനസ്സിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 350 റിയാലാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു 7000 രൂപയോളം വരുന്നുണ്ട്. പക്ഷേ കടലിൻ്റെ അടിയിലേക്ക് പോയിട്ട് നമുക്ക് മത്സ്യങ്ങളൊക്കെ ലൈവായിട്ട് കാണാം. ഇതൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് മാത്രമല്ല ഇവർക്ക് കുറേയധികം അഡ്വഞ്ചേഴ്സ് ഉണ്ട്. പാരാഗ്ലൈഡിങ് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ പാരാഗ്ലൈഡിംഗ് ആണ് ഉദ്ദേശിച്ചത്. അത് നടന്നില്ല. കാരണം വെതറിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം സ്ക്യൂബ ഡൈവിങ്ങിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ കുറേ ഇതുള്ളത് 2, 3 കൊച്ചു പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും ഒരു പേടിയൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊക്കെ കുറേ ടയറും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഇട്ടേക്കുന്നതാണ്. അപ്പം പുള്ളിയുടെ ഒരു വീഡിയോയും കൂടെ ഉണ്ട്. അതൊക്കെ ഞാൻ ആഡ് ചെയ്തൊരു മ്യൂസിക്കായിട്ട് നിങ്ങൾക്ക് വെള്ളത്തിനടിയിലത്തെ സംഭവങ്ങളെല്ലാം കാണിച്ചു തരാം. നിങ്ങൾ കാണുക. ഒരു 20 മിനിറ്റോളം നമുക്ക് വെള്ളത്തിന് അടിയിലായിരിക്കും. ഓക്കെ. അതിനുശേഷം പുള്ളി എന്നെ വിളിച്ച് മുകളിലേക്ക് എത്തുകയാണ്. ഓക്കെ. ആ വെളിച്ചം കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അവസാന നിമിഷമായപ്പം കഴിഞ്ഞാൽ മതി എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. സത്യം പറയാമല്ലോ. കാരണം എനിക്ക് അതിലൊരു പേടിയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വന്നു. ഓക്കെ. കൂടുതൽ സമയം നമ്മൾ ആ വെള്ളത്തിനടിയിൽ ഓക്സിജൻ സിലിണ്ടറോടെ വച്ചുകൊണ്ട് നിൽക്കുക. അതുകൊണ്ട് അതൊരു പേടിയുള്ളൊരു സംഭവം തന്നെയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു സൂര്യപ്രകാശം കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അതിന് 350 റിയാൽ ലാഭമെന്നൊക്കെ ആ സമയത്ത് തോന്നും. അപ്പോൾ ഗൈസ് ഇതാണ് അണ്ടർ വാട്ടർ വീഡിയോസ്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ആ വീഡിയോസ് കിട്ടിയത്. അതാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഓക്കെ. അപ്പം ഇതിൻ്റെ കുറച്ച് വീഡിയോസ് ഇത് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുക. ഓക്കെ. എന്തായാലും എനിവേ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോയതല്ല സംഭവം കിട്ടിയത്. ഓക്കെ. നല്ല ക്ലാരിറ്റിയിൽ നല്ല വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞാണ് പോയത്. പക്ഷേ ആ ഒരു ടൈമിൽ നമുക്ക് ഇത്രയൊക്കെ തന്നെ കിട്ടിയത് തന്നെ വലിയ ധാരാളം. പക്ഷേ നമുക്ക് കുറേയധികം കാണാനുണ്ട്. ഓക്കെ. ഈ മത്സ്യങ്ങളൊക്കെ ലൈവായിട്ട് കാണുന്നതും കടലിൻ്റെ അടിത്തട്ടിലൊക്കെ പോകാമെന്ന് പറഞ്ഞൊരു വലിയ സംഭവം തന്നെയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക.